എൻ്റെ പേര് ലീബ എന്നാണ്. ഞാൻ രോഹിത്തിൻ്റെ അമ്മയാണ്. എൻ്റെ മോനിപ്പോൾ 10 വയസ്സായി. 3 വയസ്സായപ്പോഴാണ് അവന് ഓട്ടിസം ആണെന്ന് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ആ സമയത്ത് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോക്കോ, നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർ ഇത്ര റൂഡായിട്ട് പറയുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയുടെ പേരൻസ് ആകുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് വിഷമിച്ച കുറേ നാളുകളായിരുന്നു. എന്നിട്ടും ഞങ്ങൾ പ്രതീക്ഷ കൈവിടാതെ അവനെ കൊണ്ട് കുറേ തെറാപ്പീസും ട്രെയിനിങ്ങുകളുമായിട്ട് അങ്ങനെ നടന്നു. ഒരു 5 വയസ്സൊക്കെ ആയപ്പോഴേക്കും മോന് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അവൻ സ്പീച്ച് തെറാപ്പിയുടെ കൊടുക്കുന്നതുകൊണ്ട് അവന് കുറച്ച് സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പറയുന്നതൊക്കെ ഏകദേശം തിരിച്ചു പറഞ്ഞു തുടങ്ങിയിരുന്നു. അക്കാഡമിക് വൈസ് ആണെങ്കിലും 1 to 100 അവന് പറയുന്നുണ്ടായിരുന്നു. ആൽഫബറ്റ്സ് അവൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങ് പോയ സമയത്തായിരുന്നു നമ്മുടെ കോവിഡൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് കുഞ്ഞിന് കുറേ മാറ്റങ്ങൾ അവൻ എത്രമാത്രം ഡെവലപ്പ് ചെയ്തോ അത് തിരിച്ച് വന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവനെ ഒരു 9 വയസ്സൊക്കെ ആയപ്പോഴേക്കും സ്പെഷ്യൽ സ്കൂളിൽ വിട്ടു, കോവിഡ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവിടെ ഏകദേശം 1 വർഷത്തോളം അവൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവന് പെട്ടെന്നാണ് ഒരു മാറ്റം വന്നത്. ഉറക്കമില്ല, പതിയെ ഞങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ഫുഡ് കഴിക്കില്ല, വേറൊരു സ്ഥലത്ത് പോകത്തില്ല. പുറത്തൊക്കെ വെച്ചാണെങ്കിൽ അവന് മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഒരു ഡോക്ടറെ ഇതിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് ഞങ്ങൾ മോന് പിന്നെയും തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തെ പല പ്രമുഖ സെൻറ്ററുകളിൽ വിളിച്ചിട്ട് ഞങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, മോൻ ഏജ് ഓവറായിപ്പോയി, നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷയെല്ലാം ഇങ്ങനെ നശിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ നെറ്റിൽ വെറുതെ നോക്കിയപ്പോൾ ഈ ലൈഫിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങൾ വെറുതെ വിളിച്ചപ്പോൾ സാറാണ് ഫോൺ എടുത്തത്. സാറ് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസം നൽകുന്ന വാക്കുകളായിരുന്നു സാറിന് തന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, മോൻ ഇവിടെ കൊണ്ടുവരും, ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു. അസസ്മെൻ്റൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ലൈഫ് സെൻറ്റർ തന്നെ അവൻ ഇളക്കി മറിക്കുമായിരുന്നു. അവർ തന്നെ വിചാരിച്ചു ഇവൻ്റെ എങ്ങനെ ശരിയാക്കും, അത്രയ്ക്ക് അവസ്ഥയിലാണ് ഞങ്ങളിവിടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവന് ഏകദേശം ഒരു 1.5 വർഷത്തോളം ഇവിടെ ട്രെയിനിങ് കൊടുത്തു. നല്ല മാറ്റമാണ് മോന് വന്നു തുടങ്ങിയത്. ഞങ്ങൾക്ക് അവന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. സ്പീച്ച് പതിയെ വന്നു തുടങ്ങി. അപ്പോൾ അതെല്ലാം അങ്ങനെ ആയപ്പോൾ മോന് 10 വയസ്സാവുന്നുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്ന സമയങ്ങളിൽ അവന് പിന്നെയും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ലക്ഷ്മി മിസ്സിനോട് സംസാരിച്ചപ്പോൾ മിസ്സ് പറഞ്ഞു, അവർക്ക് തന്നെ ഇവോൾവ് എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമൽ സ്കൂളിലയക്കുമ്പോൾ പേരൻസിന് അവരെ പിക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ടത് ഒരുപാട് കംപ്ലൈൻറ്റുകളാണ് ആ കുട്ടികളെക്കുറിച്ച്. പക്ഷേ ഇവോൾവിലാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് എന്താണ് അവന് വേണ്ടി ചെയ്യേണ്ടത്, അവൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, അടുത്ത ദിവസത്തേക്ക് നമുക്ക് അവനെ എങ്ങനെ പ്രിപ്പയർഡ് ആക്കാം എന്നൊക്കെയാണ് അവിടുത്തെ മിസ്സുമാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ രോഹിത്തിലുണ്ടായ വലിയൊരു മാറ്റമാണ്. എനിക്ക് രോഹിത്ത് മാത്രമല്ല, ഒരു മകനും കൂടെ ഉണ്ട്. അവൻ്റെ താല്പര്യങ്ങളും കൂടെ ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല കുഞ്ഞിനെ നോക്കുന്നതുകൊണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരു സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല രോഹിത്ത് ഇരിക്കുമെന്ന്. പക്ഷേ ആ ഫുൾ സിനിമ ഞങ്ങൾ 4 പേരും ഒന്നിച്ചിരുന്ന് കണ്ടെന്നുള്ളത് അത് അവിടെ വിട്ടതിന് ശേഷമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം അവനൊരു സിറ്റിംഗ് ടോളറൻസ് ഉണ്ടായി, എങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ ബിഹേവ് ചെയ്യണമെന്ന് അവനറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ വിട്ടതിന് ശേഷമാണ് എൻ്റെ മോനിൽ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവോൾവ്. താങ്ക് യു.